ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടംകൊണ്ടിരിക്കുന്നത്? അമേരിക്ക. ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ഭരണഘടനയുടെ ആമുഖം കടംകൊണ്ടിരിക്കുന്നത്? അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖത്തെ. ഭരണഘടനയുടെ താക്കോല്, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. ഭരണഘടനയുടെ താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ബാർക്കർ. ഭരണഘടനയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. ഇന്ത്യയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് തുടങ്ങിയാണ്. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു ഡാഷാണ്. പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക്. എന്താണ്? ഇന്ത്യ ഒരു പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ആമുഖത്ത് എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്? ഒരു തവണ മാത്രമാണ്. ആമുഖത്തെ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്? ഒരു തവണ. എന്നാണത്? 1976 42-ാം ഭേദഗതി. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് ഈ 42-ാം ഭേദഗതി. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി കൂടിയാണ് ഇത് 42-ാം ഭേദഗതി. 42-ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. 42-ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് വാദിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. എന്താണ്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് വാദിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമേ അല്ല എന്ന് വാദിച്ച കേസാണ് ഭൈരുഭായി കേസ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമേ അല്ല എന്ന് വാദിച്ച കേസാണ് ഭൈരുഭായി കേസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.